ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ്, അതായത് ക്ലാസ് 7 7ാം ക്ലാസ്സിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസും വായിച്ച് നോക്കാം. ഇത് സാധാരണ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പാരഗ്രാഫ് വായിച്ച് അതിനനുയോജ്യമായ ആൻസർ കണ്ടെത്തൽ. ഓക്കെ, ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ആക്ടിവിറ്റി 2 നോക്കാം. തോട്ട്സ് എഴുതാനാണ്. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് തോട്ട്സ് എന്ന് നോക്കാമല്ലോ. ഡോണ്ട് യു റിമെമ്പർ റിക്കി ഇൻ ദ സ്റ്റോറി? അല്ലേ, ആ റിക്കി, നമുക്ക് ആ സ്റ്റോറിയിൽ റിക്കിയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എ റോബോട്ട് വിത്ത് എ വൈറസ്, അല്ലേ, റോബോട്ട് വിത്ത് വൈറസ് എന്ന സ്റ്റോറിയിലെ റിക്കിയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? റിക്കി റിയലൈസ്ഡ് ദാറ്റ് വി മിസ് യു അണ്ടർസ്റ്റാൻഡ് ദ റോബോട്ട്, അല്ലേ, റിക്കി മനസ്സിലാക്കി എന്താണ്, റോബോട്ടിനെ ഞാൻ മനസ്സിലാക്കാതിരുന്നത്, അല്ലേ, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തെന്ന് റിക്കിക്ക് തിരിച്ചറിവുണ്ടായി. പിന്നെയോ ഹി ഫെൽറ്റ് സോറി ഫോർ ഹിം, അവന് റോബോട്ടിനോട് സോറി തോന്നുകയാണ്. പിന്നെയോ വൈൻ ഗോയിങ് ടു ബെഡ് മെനി തോട്ട്സ് ഫ്ലാഷ്ഡ് ത്രൂ ഹിസ് മൈൻഡ്, അല്ലേ, അങ്ങനെ ആ റോബോട്ടിനോട് അങ്ങനെ പെരുമാറിയതിൽ ഇവന് വളരെയധികം വിഷമമുണ്ട്. അങ്ങനെ അന്ന് രാത്രി ഇവൻ്റെ മനസ്സിൽ, ഇവൻ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇവൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ടായി. അപ്പോൾ ആ ചിന്തകൾ എന്തൊക്കെയായിരിക്കുമെന്നാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്കൊന്ന് ഇവിടെ എഴുതി നോക്കിയാലോ. തോട്ട്സ് ഓഫ് റിക്കിയുടെ ചിന്തകളാണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. ഐ ഫീൽ എഷെയിംഡ്, ഐ ഷുഡിൻറ്റ് ഹാവ് ബാഡ്ലി ബിഹേവ് ടു ദ റോബോട്ട്, ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്, ദ വ്യൂ പോയിന്റ് ഓഫ് റോബോട്ട് വാസ് ബെറ്റർ ദാൻ മീ, ഐ നെവർ റിപ്പീറ്റ് ഇറ്റ്, ഐ വിൽ ബിക്കം മാക്സിമം എഫിഷ്യൻസി ബോയ്. നമ്മളിപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ എഴുതുന്നുള്ളൂ, വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ മീനിങ് നോക്കിയാലോ. ഐ ഫീൽ എഷെയിംഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ലജ്ജ തോന്നുന്നു. ഐ ഷുഡിൻറ്റ് ഹാവ് ബാഡ്ലി ബിഹേവ് ടു ദ റോബോട്ട്, ഞാൻ ഒരിക്കലും റോബോട്ടിനോട് അങ്ങനെ മോശമായി പെരുമാറാൻ പാടില്ലായിരുന്നു. ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്, ഇത് എൻ്റെ മിസ്റ്റേക്കാണ്, അല്ലേ, തെറ്റാണ്. ദ വ്യൂ പോയിന്റ് ഓഫ് റോബോട്ട് വാസ് ബെറ്റർ ദാൻ മീ, റോബോട്ടിൻ്റെ കാഴ്ചപ്പാട് നല്ലതായിരുന്നു, എന്നേക്കാൾ നല്ലൊരു കാഴ്ചപ്പാടായിരുന്നു ആരുടേത്, റോബോട്ടിൻ്റെത്. പിന്നെയോ ഐ വിൽ നെവർ റിപ്പീറ്റ് ഇറ്റ്, അല്ലേ, ഞാനിത് ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കുകയില്ല. പിന്നെയോ ഐ വിൽ ബിക്കം മാക്സിമം എഫിഷ്യൻസി ബോയ്, ഞാൻ എന്താണ് നമ്മൾ ആ കഥയിൽ ലാസ്റ്റ് പറയുന്നുണ്ടല്ലേ, റിക്കി മാക്സിമം എഫിഷ്യൻസി ബോയ്, അല്ലേ, ഞാനൊരു നല്ല കുട്ടിയായിട്ട്, മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് മാറുന്നു അന്ന് അങ്ങനെ അവൻ ചിന്തിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് റിക്കിയുടെ തോട്ട്സ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. നിങ്ങളതിന് തോട്ട്സ് എഴുതുന്നില്ലെങ്കിൽ നിങ്ങളോട് ഡയറി എഴുതാനാണ് പറയുന്നത്. ആരുടെ ഡയറി എഴുതാനാണ് പറഞ്ഞത്? ദ ലിറ്റിൽ ഗേൾ ഇൻ ദ സ്റ്റോറിയിലെ ലിറ്റിൽ ഗേൾ, ഏത് സ്റ്റോറിയിലെ, എ ഡോൾസ് ജേണി എന്ന സ്റ്റോറിയിലെ ആ ഗേളിൻ്റെ ഡയറിയാണ് എഴുതാൻ വേണ്ടി പറയുന്നത്. എന്താ പറയുന്നത്? ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം കാഫ്ക ദാറ്റ് ദ ഡോൾ ഇൻ ബിസി വിത്ത് ഹെർ മാരേജ് ആൻഡ് ദാറ്റ് ഈസ് വൈ ഷീ കുഡിൻറ്റ് റൈറ്റ് ലെറ്റേഴ്സ്, അല്ലേ, ആ കുട്ടിയോട് കാഫ്ക എന്ത് പറഞ്ഞിരുന്നു? ആ ഡോള് ബിസിയാണ്. എന്തുകൊണ്ടാണ് ബിസി ആയത്? ഡോളിൻ്റെ മാരേജൊക്കെ കഴിഞ്ഞു, അങ്ങനെ കറങ്ങാൻ പോകുന്നതിൻ്റെയൊക്കെ ബിസി ആയതുകൊണ്ടാണ് ഡോള് ലെറ്ററിന് മറുപടി അയക്കാത്തത് എന്ന് കാഫ്ക ഈ കുട്ടിയോട് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ഒരുപാട് സന്തോഷമായി. ദ ഗേൾ റിമെമ്പേർഡ് ദ ഹാപ്പി ഡേയ്സ് വിത്ത് ദ ഡോൾ, അല്ലേ, അപ്പോൾ ആ സമയത്ത് ആ കുട്ടി ആ ഡോളുമായി ഉള്ള ആ സമയത്തുള്ള സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ ഓർമ്മിച്ചു. ഷി ഓൾസോ തോട്ട് അബൌട്ട് കാഫ്ക, പിന്നെ ആരെയും കുറിച്ച് ഓർത്തു? കാഫ്കയെയും കുറിച്ച് ഓർത്തു. അപ്പോൾ അന്ന് രാത്രി ഈ കുട്ടി ഡയറി എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അന്ന് രാത്രി എഴുതുന്ന ഡയറിയാണ് നമ്മൾ എഴുതേണ്ടത്. കാഫ്ക പറഞ്ഞ കാര്യവും ആ ഡോളിൻ്റെ ഹാപ്പിനെസ്സും ഒക്കെ ചേർത്തിട്ട് വേണം ഡയറി എഴുതാൻ വേണ്ടി. നമ്മൾ ആദ്യം തന്നെ ഡയറി എഴുതുമ്പോൾ ഡേറ്റും ഡേയും കൊടുക്കും. നമ്മൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 19/8/2025 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡേ ട്യൂസ്ഡേ. ഓക്കെ, പിന്നെ നമ്മൾ ടൈം കൊടുത്തിട്ടുണ്ട്. ടൈം 10 PM. ടൈം എപ്പോഴും PM ആയിരിക്കും, കാരണം രാത്രിയാണ് നമ്മൾ ഡയറി എഴുതുന്നത്, അപ്പോൾ PM ആയിരിക്കും. ഇവിടെ ഞാൻ 10 PM കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10:30 കൊടുക്കാം, 11 കൊടുക്കാം, 9 PM കൊടുക്കാം. അത് ഓരോരോ സമയം നിങ്ങൾ ഉറങ്ങുന്ന സമയത്തിനനുസരിച്ച്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 10 PM ആണ് കൊടുത്തിട്ടുള്ളത്. I am very happy today because of the Kafka said that the marriage of my doll was done. She is very busy. If she will become free, she will reply to me.
ഇനി നമുക്കിതിൻ്റെ മീനിങ് നോക്കാം. ഐ ആം വെരി ഹാപ്പി ടുഡേ. എനിക്കിന്ന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താ? ബിക്കോസ് ഓഫ് ദ കാഫ്ക സെഡ് ദാറ്റ് ദ മാരേജ് ഓഫ് മൈ ഡോൾ വാസ് ഡൺ. കാരണം കാഫ്ക പറഞ്ഞു എൻ്റെ ഡോളിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന്. അതറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ഷീ ഈസ് വെരി ബിസി. അവൾ ഭയങ്കര ബിസിയാണ് അല്ലേ? അങ്ങനെയും കാഫ്ക പറഞ്ഞിട്ടുണ്ട്. ഈ ഷീ വിൽ ബിക്കം ഫ്രീ ഷീ വിൽ റിപ്ലൈ ടു മീ. അവൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത്, അതായത് ബിസിയൊക്കെ എപ്പോഴാണോ അവൾക്ക് കഴിയുന്നത്, ഫ്രീ ആയിട്ടുള്ള സമയം കിട്ടുമ്പോൾ അവൾ എൻ്റെ കത്തിന് മറുപടി അയക്കുമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എഴുതുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ബൈ ഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല, കാരണം ചിലപ്പോൾ ഇതന്നെ വരണമെന്നില്ല. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഇനി ആക്ടിവിറ്റി 3 നോക്കാം. ആക്ടിവിറ്റി 3യിൽ ഒരു ഇമെയിൽ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. വൈഗ പർച്ചേസ്ഡ് എ ടാബ് ഓൺലൈൻ. വൈഗ ഓൺലൈൻ വഴി ഒരു ടാബ് പർച്ചേസ് ചെയ്തു. ഓക്കെ, പിന്നെ ആഫ്റ്റർ 6 months ഇറ്റ് സ്റ്റോപ്പ്ഡ് വർക്കിംഗ്. അത് വാങ്ങി 6 മാസം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ പ്രവർത്തനം നിലച്ചു, അല്ല അത് സ്റ്റക്കായി. ഷീ ചെക്ക്ഡ് ദ ബിൽ ആൻഡ് ഫൗണ്ട് ദാറ്റ് ദ ടാബ് ഹാസ് 2 years വാറണ്ടി. ഷീ പ്രിപ്പയർഡ് ആൻ ഇമെയിൽ ടു ഗെറ്റ് ഇറ്റ് റിപ്പയർഡ്. അല്ലേ, എന്താണ് പറയുന്നത്? അവൾ ഒരു ടാബ് വാങ്ങി, അപ്പോൾ 6 മാസം വർക്ക് ചെയ്തതിന് ശേഷം അത് സ്റ്റക്കായി. അപ്പോൾ അതിൻ്റെ പർച്ചേസ് ബില്ല് നോക്കുമ്പോൾ അതിന് 2 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അയക്കുകയാണ് കമ്പനിയിലേക്ക്. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. നമ്മൾ ആദ്യം ഫ്രം എഴുതും. ഫ്രം എഴുതുമ്പോൾ ഇവിടെ വൈഗ എന്ന് പറഞ്ഞ കുട്ടിയുടെയാണ് തന്നിന്. അപ്പം നമ്മളൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തു, vaiga@gmail.com. പിന്നെ ഇനി എന്താണ്, ടൂവിൽ നമ്മൾ ആ കമ്പനിയുടെ അഡ്രസ്സാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മളൊരു കമ്പനിയുടെ പേരൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പേര് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 123 company@gmail.com എന്ന് കൊടുത്തു. പിന്നെ നമ്മൾ എഴുതേണ്ടത് സബ്ജക്റ്റ് നമ്മൾ എന്താണ് ഇഷ്യൂ, നമ്മൾ എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഇമെയിൽ അയക്കുന്നത്. അപ്പോൾ ആ സബ്ജക്റ്റ് എന്താണ്? കംപ്ലൈൻറ്റ് റിഗാർഡിങ് ടാബ്, അല്ലേ? ടാബിൻ്റെ കംപ്ലൈൻ്റാണ് നമ്മുടെ ഇവിടെ സബ്ജക്റ്റായിട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സാർന്ന് എഴുതിയതിന് ശേഷം ഐ പർച്ചേസ്ഡ് എ ടാബ് ഫ്രം യുവർ കമ്പനി 6 months ago. ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരു ടാബ് വാങ്ങിയിരുന്നു 6 മാസം മുമ്പ്. പിന്നെ ബട്ട് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് നൗ. പക്ഷേ അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. കൈൻഡ്ലി അറ്റൻഡ് ടു ദ ഇഷ്യൂ അറ്റ് ദ ഏർലിയസ്റ്റ്. അല്ലേ, അപ്പോൾ എന്താണ് ഈ ഇഷ്യൂ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെയോ കോപ്പീസ് ഓഫ് നെസസറി ഡോക്യുമെൻറ്റ്സ് ആർ അറ്റാച്ച്ഡ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള നെസസറി കോപ്പീസ് എന്താണ് ഉണ്ട്, ഏതൊക്കെയാണ് കോപ്പീസ് ഉണ്ടാവുക? അതിൻ്റെ ബില്ലും ഗ്യാരണ്ടി കാർഡും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കോപ്പിയൊക്കെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ലാസ്റ്റ് വൈഗയാണ് ഇവിടെ കംപ്ലൈൻറ്റ് അയക്കുന്നത്. അപ്പോൾ വൈഗയുടെ പേര് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വാഷിംഗ് മെഷീൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് ചെയ്തിരുന്നു. അതേപോലെ തന്നെ റോബോട്ടിൻ്റെ ഒരു കംപ്ലൈൻറ്റും കൂടി ചെയ്തിരുന്നു. ഇനി നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം. ആക്ടിവിറ്റി 4ൽ പറയുന്നത് ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറയുന്നത്. In the story, a robot with a virus, Ricky the careless boy was transformed into a maximum efficiency boy. Recall the character traits of Ricky and prepare his character sketch. Below hints might help you. എന്താ പറയുന്നത്? നമ്മുടെ ആ ബോയ് ഇല്ലേ, റിക്കി എന്ന് പറയുന്ന ബോയ്, അവൻ്റെ ക്യാരക്ടർ നമുക്കറിയാം. ആദ്യം കെയർലെസ്സും ഒക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു, മടിയനൊക്കെ ആയിരുന്നു. പിന്നീട് മാക്സിമം എഫിഷ്യൻസി ബോയിയായി മാറി, അല്ലേ? ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഹിൻസിനെ ബേസ് ചെയ്തിട്ട് വേണം ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടി. അപ്പോൾ ഓരോ ഹിൻസും വായിച്ച് നോക്കുക. അത് നമ്മളെ പാഠഭാഗത്തുള്ളതാണ്. ഇവിടെ പറയുന്നത് ഡിഡിൻറ്റ് ഹെൽപ്പ് അറൗണ്ട് ദ ഹൗസ്. വീട്ടിൽ ഒരു സഹായവും ചെയ്തിരുന്നില്ല. പിന്നെ ത്രൂ ഹിസ് ബിലോങ്സ്, അല്ലേ? അവൻ്റെ വസ്തുക്കളൊക്കെ വലിച്ചെറിയുമായിരുന്നു. ഓൾവേസ് പ്ലേയിങ്, എപ്പോഴും കളിയായിരുന്നു. പിന്നെ ലേൺഡ് എ ലെസൺ ഫ്രം ദ റോബോട്ട്. പിന്നെയുള്ള മാറ്റങ്ങളാണ്, റോബോട്ടിൽ നിന്ന് ഒരു പാഠം പഠിച്ചു. പിന്നെ സ്ലോവൻലി ആയി മാറി. പിന്നെ മാക്സിമം എഫിഷ്യൻസി ബോയായി പിന്നീട് മാറി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാണ്ട്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ ഹൈപ്പ് എന്നൊരു ബട്ടൺ ഉണ്ട് കമൻറ്റ് ബോക്സിൻ്റെ അടുത്ത്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ,
ഞാൻ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ പാഠഭാഗത്തുള്ളത് റിക്കീൻ്റെയാണ് തന്നത്. ഇനിയിപ്പോൾ എക്സാമിന് റിക്കീൻ്റെ തന്നെ തരണം എന്നില്ല, വേറെ ഏതെങ്കിലും പാഠഭാഗമായി ബന്ധപ്പെട്ടതായിരിക്കാം തരുന്നത്. ചിലപ്പോൾ ഡോളിൻ്റെ ലെസണിലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം, ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹെഡിങ്, നെയിം ഓഫ് ദ ക്യാരക്ടർ, ആരെക്കുറിച്ചാണ് എഴുതാൻ പറയുന്നത്. ഇപ്പോൾ ഇവിടെ റിക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് റിക്കി എന്ന് എഴുതാം. ഇനിയിപ്പോൾ നമുക്ക് ഡോളിൻ്റെ ലെസണിൽ ആരാണ്, ഇർമേനെ കുറിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ കാഫ്കനെ കുറിച്ചെങ്കിൽ അങ്ങനെ എഴുതാം. അപ്പോൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അവരുടെ പേരായിരിക്കണം ഹെഡിങ്ങിൽ എഴുതേണ്ടത്. പിന്നെ സ്റ്റോറി നെയിം എഴുതുക. പിന്നെ ഓതർ, ഈ സ്റ്റോറി എഴുതിയത് ആരാണ്. നമ്മളിപ്പോൾ സാധാരണ മലയാളത്തിൽ ആസ്വാദനക്കുറിപ്പെല്ലാം എഴുതുന്നില്ലേ, അതേപോലെ. ഇനി അടുത്തത് ഡിസ്ക്രൈബ് ദ റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ക്യാരക്ടർ. അതായത് അവൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ അവൻ ആരാണെന്നൊക്കെ ഫസ്റ്റ് പറയുന്നുണ്ടാവുമല്ലോ, അത് എഴുതുക. പിന്നെ എന്താ പറയുന്നത്, ഡിസ്ക്രൈബ് ക്യാരക്ടർ ഫിസിക് ഓർ അപ്പിയറൻസ്. അങ്ങനെ പറഞ്ഞാൽ ക്യാരക്ടർ, അപ്പോൾ നമ്മളിപ്പോൾ ചില കഥയിൽ റിക്കി പിന്നെ 10 years old എന്നെല്ലാം പറയുന്നില്ല, അതേപോലെ അങ്ങനെ പറഞ്ഞത് കൂടാണ്ട് അവൻ്റെ ശാരീരിക പ്രകൃതിയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് എഴുതാം. ഇപ്പോൾ ഇവിടെ റിക്കിൻ്റെ 10 years old എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ കുട്ടിയുടെ ഒരു വലിപ്പം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ചിലതിൽ പിന്നെ ഡോളിൻ്റെ എല്ലാം, ആ ഡോളിൻ്റെ ലെസണിൽ ഇമ്രാനെ കുറിച്ച് പറയുന്നുണ്ട്, അതാ വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ അപ്പിയറൻസ് ഉണ്ടാവുമല്ലോ, രൂപം, അതാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്തതായിട്ട് എഴുതേണ്ടത് ഡിസ്ക്രൈബ് ദ ബിഹേവിയറാണ് നമ്മൾ മെയിനായിട്ടല്ല, അവരുടെ സ്വഭാവം. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സ്വഭാവം. ഏത് കഥയിലും ആ ഒരു കഥാപാത്രത്തിന് ഒരു സ്വഭാവം ഉണ്ടാവില്ല, അപ്പോൾ ആ സ്വഭാവമാണ് മെയിനായിട്ട് എഴുതേണ്ടത്. ആ കഥയിൽ മെയിനായിട്ട് അത് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് റിക്കിയുടെ സ്വഭാവമൊക്കെ അറിയാം, അത് എഴുതണം. പിന്നെ റൈറ്റ് ക്യാരക്ടർ റിലേഷൻഷിപ്പ് വിത്ത് അതർ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. ബന്ധങ്ങൾ, മറ്റുള്ള ക്യാരക്ടർ, ഇപ്പോൾ ഇവിടെ റോബോട്ടുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അല്ല അങ്ങനെയുള്ള ആ ബന്ധങ്ങൾ എഴുതാം. ഇപ്പോൾ കാഫ്കേൻ്റെ അതിലാണെങ്കിൽ ആ ഗേളും കാഫ്കയും തമ്മിലുള്ള ബന്ധം, റിലേഷൻഷിപ്പിൽ ആ ഗേളും ഡോളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവർ തമ്മിലുള്ള ഈ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടി തന്ന കഥാപാത്രവും ആ കഥയിലെ മറ്റ് കഥാപാത്രങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ റൈറ്റ് എനി ഇൻസ്റ്റൻസ് ഫ്രം സ്റ്റോറി, അല്ലേ. പിന്നെ ലാസ്റ്റ് അവന് എന്ത് സംഭവിച്ചു, എന്തായി മാറി, ആ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാവുമല്ലോ സ്റ്റോറീൻ്റെ അവസാനമുള്ളത്. അപ്പോൾ ഇവിടെ മാക്സിമം എഫിഷ്യൻസി ബോയായി മാറി എന്നുള്ള ആ ഒരു കൺക്ലൂഷനും കൂടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ക്യാരക്ടർ സ്കെച്ചിൻ്റെ ഫോർമാറ്റ്. ഇനി അടുത്ത ആക്ടിവിറ്റിയിൽ പറയുന്നത് ഡോള് ഹാപ്പി ആണെന്ന് കാഫ്ക ആ ഗേളിനോട് പറഞ്ഞു, അല്ലേ. കല്യാണമൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയി നിൽക്കുകയാണ്, സമയമില്ലാത്തത് കൊണ്ടാണ് കത്തയക്കാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യം അറിഞ്ഞപ്പോൾ ആ ഗേളിന് നല്ല സന്തോഷമായി, അല്ലേ. അപ്പോൾ ആ ഗേള് വീണ്ടും ഇതൊക്കെ അറിഞ്ഞത് വെച്ചുകൊണ്ട് ഡോളിന് ഒരു ലെറ്ററും കൂടി എഴുതുന്നു. അപ്പോൾ അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. പിന്നെ അല്ലെങ്കിലും നമ്മളിപ്പോൾ താഴെയും പറയുന്നത് റിക്കി റോബോട്ടും ഫ്രണ്ട്സായി അതിനുശേഷം ഈ റിക്കി അവൻ്റെ അരുൺ എന്ന് പറയുന്ന ഫ്രണ്ടിന് ഒരു കത്ത് എഴുതുന്നു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കത്തിൻ്റെ ഫോർമാറ്റ്, അപ്പോൾ ഇതന്നെ പരീക്ഷയ്ക്ക് വരണമെന്നില്ലല്ലോ, അപ്പോൾ നമ്മൾ വെറുതെ ആ കത്ത് എഴുതിയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കത്തിൻ്റെ ഫോർമാറ്റ് അതെൻ്റെ വേറൊരു വീഡിയോയിലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ വിശദമായി കണ്ട് കത്തിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മോഡൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും ശരിക്കും പഠിച്ച് റെഡിയാവുക. ഓക്കെ, താങ്ക് യു.